എല്ലാവർക്കും ഇ കൊമേഴ്സ് ട്രെയിനിങ്ങിന്റെ രണ്ടാം ദിവസത്തെ ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ ഇ കൊമേഴ്സ് എന്താണെന്നും ഇ കൊമേഴ്സിന്റെ ടൈപ്സ്, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ആമസോൺ സെല്ലർ അക്കൗണ്ടിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ആമസോണിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇന്ത്യ മുഴുവനും വിൽക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു 12 ലക്ഷത്തിന്റെ മേലെ ബിസിനസ് ആമസോൺ ബിസിനസ് സെല്ലർമാര് ആമസോണിൽ ഉണ്ടെന്നാണ് ആമസോൺ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പുതിയൊരു ജേണിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ്സിന്റെ ഓരോ ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ഇൻട്രഡക്ഷൻ ആണ്. പിന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഇതിന് വേണം, ആമസോൺ സെല്ലിംഗ് ഫീസ് എത്രയാണ്, എഫ് പി എം മെത്തേഡ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നല്ലൊരു പ്രൊഡക്റ്റ് ചോയ്സ് ചെയ്യുന്നത്, പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ആമസോണിന്റെ സെല്ലർ ഡാഷ്ബോർഡ്, നമ്മൾ തന്നെ ആമസോണിന്റെ സെല്ലർ ഡാഷ്ബോർഡ് നമ്മൾ എന്ത് ചെയ്യും, കാണിച്ച് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തരും. പിന്നെ ഷിപ്പിംഗ് മെത്തേഡ്സ്. ഓക്കെ, ആമസോൺ എന്തുകൊണ്ട് ചോയ്സ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് കസ്റ്റമർ ആണ് ആമസോണിൽ ഉള്ളത്. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ബിസിനസ് ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. മറ്റുള്ള കൺട്രിയിലേക്കും നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ആമസോണിലുണ്ട്. ഓക്കെ, ആമസോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വാങ്ങുക എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പൊ ആമസോണിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രൊഡക്റ്റ് വാങ്ങുന്ന പോലെ തന്നെ പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാനും സാധിക്കും. അതാണ് ആമസോൺ സെല്ലർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ആമസോൺ പ്രൈം ഉണ്ട്, ആമസോൺ അസോസിയേറ്റ്സ് ഉണ്ട്, അതേപോലെ ആമസോൺ ബിസിനസ് ആമസോൺ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആമസോണിന്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അതിലൊരു പാർട്ടാണ് ഈ പറയുന്ന സെല്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് 100% ഓഫ് ഇന്ത്യ സർവീസബിൾ പിൻകോഡ്സ്. ഓക്കെ, ഏകദേശം എല്ലാ സ്ഥലത്തിലും അവരുടെ സർവീസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ഇന്നലെ നമ്മൾ കണ്ടു. ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇന്നലെ നമ്മൾ കണ്ടു, അല്ലേ? അപ്പൊ നമുക്ക് GST ഇല്ലാത്ത പ്രൊഡക്റ്റ്, അതായത് GST ആവശ്യമില്ലാത്ത കുറച്ച് പ്രൊഡക്റ്റും നമുക്ക് ആമസോണിലൂടെ വിൽക്കാൻ പറ്റും. അതെന്തൊക്കെയാന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ GST ഇല്ലാത്തവർക്ക് പാൻ കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആമസോണിൽ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് GST സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടതാണ്. FSSA രജിസ്ട്രേഷൻ ഓർ ലൈസൻസ്. ഓക്കെ, സ്റ്റേറ്റ് വിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും സ്റ്റേറ്റ് ലൈസൻസ് അല്ലെങ്കിൽ സെൻട്രൽ ലൈസൻസ് ആവശ്യമാണ്. പക്ഷെ ഇതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ FSSA രജിസ്ട്രേഷൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഡ്രഗ് ഐറ്റം നിങ്ങൾ, അതായത് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഈ എന്നുള്ളത് സാനിറ്ററി പാഡ്സ് കാര്യങ്ങൾ, അതേപോലെയുള്ള എക്യുപ്മെന്റ്സ്, ഹെൽത്ത് കെയർ എക്യുപ്മെന്റ്സ്, മെഡിക്കൽ പരമായിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളും ഡ്രഗ്സും എല്ലാം നിങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡ്രഗ് ലൈസൻസിന്റെ ഫോം വേണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട്, അതിപ്പോ സേവിങ്സ് അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല, കറണ്ട് അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ട്രേഡ് മാർക്ക് എന്നുള്ളത് ആമസോണിനെ അപേക്ഷിച്ച് ഓപ്ഷണൽ ആണ്. ഓക്കെ, ട്രേഡ് മാർക്ക് ഇല്ലാതെയും നമുക്ക് ആമസോണിൽ നമുക്ക് അതിന്റെ അപ്രൂവൽ കാര്യങ്ങൾ നമുക്ക് എടുത്തിട്ട് ചെയ്യാം. അപ്പൊ ഇത്ര ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ്. ഓക്കെ, നമ്മൾ കൊണ്ട് GST ഒഴിവാക്കിയിട്ടുള്ള ചില കാറ്റഗറി ഉണ്ട്. അത് നമുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു പാൻ കാർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെ ഐറ്റങ്ങളാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഒടിച്ചു. ഓക്കെ, ചില ഐറ്റത്തിന് അവർ GST നിന്ന് ഒഴിവാക്കിയിട്ട്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെ ഐറ്റങ്ങളാണെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫുഡിൽ തന്നെ ഈഡിബിൾ സെറിയൽസ്, അതേപോലെ തന്നെ ഈഡിബിൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഈഡിബിൾ ഫ്രൂട്ട്സ്, അങ്ങനെ പറഞ്ഞ ഐറ്റങ്ങൾ, ഫിഷ്, മീറ്റ്.
ഓക്കെ, അതായത് പാക്കറ്റ് ചെയ്ത ഫ്രീസ് ചെയ്ത ഐറ്റം അല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മീറ്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് മീറ്റും ഫ്രഷ് ഫിഷും ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഇങ്ങനെ ആമസോണിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഒന്നെങ്കിൽ അത് ഫ്രീസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ചേർത്ത ഐറ്റം മാത്രമേ നമുക്ക് ആമസോണിൽ സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഇതിൽ കാണിച്ചേക്കുന്ന വെച്ച് കഴിഞ്ഞാല് ആമസോണിൽ തന്നെ ആമസോൺ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഓക്കെ, അത് ഈ ലോക്കൽ മാർക്കറ്റ് പോലെ എൻ്റെ ഇൻസ്റ്റാമാർട്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഇതിലൊക്കെ ഈ ഫിഷും മീറ്റും നമുക്ക് അതിൽ സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ടെൻഡർ കോക്കനട്ട്, അങ്ങനെ ജാഗറി, അങ്ങനെ ഒരുപാട് ഇതിൻ്റെ അൺപ്രോസസ്ഡ് ടീ ലീവ്സ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഐറ്റങ്ങൾക്കൊന്നും GST വേണ്ട. GST ഇല്ലാതെ നമുക്ക് ആമസോണിലൂടെ സെല് ചെയ്യാൻ പറ്റും. ആ ഐറ്റങ്ങൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സിൽ ഹിയറിംഗ് എയ്ഡ്സ്, അതേപോലെ ബുക്ക്. ബുക്ക് എന്ന് പറയുമ്പോൾ നോട്ട്ബുക്ക് അല്ല, നോവല്, ജേണൽസ്, കാര്യങ്ങൾ. ഓക്കെ, അതേപോലെ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഐറ്റങ്ങൾക്ക് ഒന്നും GST ഇല്ലാതെ നമുക്ക് ആമസോണിൽ സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്ലൈഡിലേക്ക് വരാം. GST എടുത്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ കാര്യങ്ങളില്ല. ഒരുപാട് പ്രൊഡക്റ്റ്, ഈ പറഞ്ഞ പ്രൊഡക്റ്റ് അല്ല, അതിൽ കൂടുതൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആമസോണിൽ സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നതാണ് ആമസോണിൽ ഫീസ് എന്തൊക്കെയാണ്. ഓക്കെ, പലർക്കും ഉള്ള ഡൗട്ടാണ് ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ കിട്ടും, ആമസോൺ എത്ര രൂപ പിടിക്കും, അങ്ങനെയുള്ള പല പല ഡൗട്ടുകളാണ് നമുക്ക് കസ്റ്റമർക്ക് ഉള്ളത്. ഓക്കെ, ഈ മാസം 7-ാം തീയതിക്ക് ശേഷം അവര് ആമസോണിൽ ഫീസിൽ വൻ ഇളവാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ ചില ഐറ്റങ്ങൾക്ക് 0 റഫറൽ ഫീസ് ആണ് അവര് ചെയ്തേക്കുന്നത്. ഓക്കെ, അതെന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ആമസോണിൽ മെയിനായിട്ട് 4 ഫീസസ് ആണ് ഉള്ളത്. 1 റഫറൽ ഫീസ്, 2 ക്ലോസിംഗ് ഫീസ്, 3 വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീസ്. ഓക്കെ, ഈ അത് കഴിഞ്ഞിട്ടുള്ള അതർ ഫീസസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫീസസ് ഓരോന്ന് എന്താന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം ഉള്ളത് റഫറൽ ഫീസ് ആണ്. ഓക്കെ, റഫറൽ ഫീസ് എന്ന് പറഞ്ഞാല് ഓരോ പ്രൊഡക്റ്റിന്റെ കാറ്റഗറി അനുസരിച്ച് വരുന്ന ഫീസ് ആണ് ഈ റഫറൽ ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ 7-ാം തീയതിക്ക് ശേഷം പുതിയ വന്ന അപ്ഡേഷനില് 300 രൂപയുടെ താഴെ പ്രൊഡക്റ്റിന്റെ വില വരുന്ന ഒരു പ്രൊഡക്റ്റിനും റഫറൽ ഫീസ് അവർ ഈടാക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ റഫറൽ ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഓരോ കാറ്റഗറി ഇല്ലേ, ഇപ്പൊ ഓട്ടോമേറ്റീവ് കാറ്റഗറി ഉണ്ട്, ബേബി പ്രൊഡക്ട്സ് ഉണ്ട്, ബുക്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിക്കൽ ഐറ്റം ഉണ്ട്, ക്ലോത്തിങ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഗ്രോസറി ഉണ്ട്, അങ്ങനെ ഓരോരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഫീസ് അവർ ഈടാക്കുന്നത്. ഓക്കെ, അപ്പോ പുതിയ ഒരു അപ്ഡേഷൻ അനുസരിച്ച് 300 രൂപയുടെ താഴെ വില വരുന്ന ഒരു പ്രൊഡക്റ്റിനും അവര് റഫറൽ ഫീസ് ഇവിടെ കാണിച്ചു. ഓക്കെ, അവര് 300 രൂപേന്റെ താഴെ വരുന്ന ഒരു പ്രൊഡക്റ്റിന് അവര് ഈ പറയുന്ന റഫറൽ ഫീസ് ഈടാക്കുന്നില്ല, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഷിപ്പിംഗ് ചാർജിലും വലിയ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റഫറൽ ഫീസ് നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ 1-2 ഐറ്റം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ക്ലോത്തിങ് ഐറ്റം തന്നെ നോക്കിക്കഴിഞ്ഞാല് ക്ലോത്തിങ് ആക്സസറീസ് കാര്യങ്ങൾക്ക് 300 രൂപേന്റെ താഴെ വരുന്ന പ്രൊഡക്റ്റിന് 0% ആണ്, ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതേപോലെ ജാക്കറ്റ് ഒക്കെ നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ 300 രൂപേന്റെ താഴെ ഫീസ് വരുന്നില്ല. ഓക്കെ, അതേപോലെ തുണി ഐറ്റം കഴിഞ്ഞു വേറെ എന്തെങ്കിലും ഐറ്റം, അപ്പൊ ഗ്രോസറി ഐറ്റം ആണ് നിങ്ങൾ ആമസോണിൽ സെല് ചെയ്യുന്നെങ്കിൽ 300 രൂപേന്റെ താഴെ വില വരുന്നതിന് ഈ പറയുന്ന പോലെ ഫീസ് ഇല്ല. പക്ഷെ 300 രൂപേന്റെ മേലെ ആയി കഴിഞ്ഞാല് 5.5% നമ്മൾ ഇടുന്ന വിലേന്റെ, ഇപ്പൊ ഒരു 350 രൂപയാണ് നമ്മളെ വില ഇടുന്നെങ്കിൽ ആ 350 രൂപേന്റെ 5.5% ചാർജ് റഫറൽ ഫീസ് എന്ന് പറഞ്ഞിട്ട് ആമസോൺ ഈടാകും. ഓക്കെ, അതാണ് ഒരു ഫീസ്, റഫറൽ ഫീസ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 300 രൂപേന്റെ താഴെ വരുന്ന കാറ്റഗറിക്ക് അവര് ഒഴിവാക്കിയിട്ടുണ്ട് ഈ റഫറൽ ഫീസ്, ചില കാറ്റഗറിക്ക് മാത്രം. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഫീസാണ്
ക്ലോസിംഗ് ഫീസ്. ഓക്കെ, ക്ലോസിംഗ് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇടുന്ന വിലയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു 350 രൂപയാണ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റിന് വിലയിടുന്നെങ്കിൽ ആ 350 രൂപേന്റെ ഇത്ര ശതമാനമല്ല, 350 രൂപ, ഇപ്പൊ ഒരു 300 രൂപ വരെ ഒരു ചാർജും 300 രൂപ മുതൽ 500 രൂപ വരെ ഒരു ചാർജും, അങ്ങനെയാണ് ഇവർ ഈടാക്കുന്നത്. അതാണ് ക്ലോസിംഗ് ഫീസ്. ഓക്കെ, റഫറൽ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, കാറ്റഗറി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ക്ലോസിംഗ് ഫീസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ വില അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് ഈ FC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കണ്ട, നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഈസി ഷിപ്പ്. ഓക്കെ, അതേപോലെ സെൽഫ് ഷിപ്പ്. ഓക്കെ, ഷിപ്പിംഗ് മെത്തേഡ്സ് രണ്ട് തരമുണ്ട്, ഈസി ഷിപ്പും ഉണ്ട്, സെൽഫ് ഷിപ്പും ഉണ്ട്. അതെന്താന്നുള്ളത് നമ്മൾ ഈ ക്ലാസിന്റെ ലാസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈസി ഷിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ഈസി ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡർ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആമസോൺ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്ഥലത്ത് വന്ന് കളക്ട് ചെയ്ത് പാർട്ടിക്ക് ഡെലിവറി ചെയ്യും. ഓക്കെ, അതാണ് മെത്തേഡ്. ഓക്കെ, ആമസോണിൽ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ വിശദീകരിച്ചു തരാം. ഇപ്പൊ ഒരു കസ്റ്റമർ ഒരു ഓർഡർ, നിങ്ങളിപ്പോ ഒരു ബ്ലാക്ക് പെപ്പർ ലിസ്റ്റ് ചെയ്തു, ആമസോണിൽ ലിസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ബ്ലാക്ക് പെപ്പർ നിങ്ങൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്തപ്പോ ഒരു കസ്റ്റമർ എന്ത് ചെയ്തു, ബ്ലാക്ക് പെപ്പർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്തു, ഇതാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്തു, ഒരു കസ്റ്റമർ ബൈ ചെയ്തു. ഓക്കെ, ബൈ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് നടക്കുന്നത് നമുക്ക് എന്ത് ചെയ്യും, ഒരു നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു മെയിൽ വരും. ഓക്കെ, ഇന്ന ഒരു ഓർഡർ വന്നിട്ടുണ്ട്, ഇന്ന ക്വാണ്ടിറ്റി അവര് ഓർഡർ ചെയ്തിട്ടുണ്ട്, നമുക്കൊരു മെയിൽ വരും. അപ്പൊ ആ മെയിൽ വന്നതിന് ശേഷം നമ്മൾ ആ മെയിൽ നോക്കിയിട്ട് അതിൽ നമ്മുടെ ആമസോൺ സെല്ലർ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യും. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം എന്ത് ഐറ്റം ആണോ വന്നിരിക്കുന്നത് അത് ജസ്റ്റ് പാക്ക് ചെയ്തിട്ട് ഒരു ലേബൽ പ്രിന്റ് ചെയ്തു. ഓക്കെ, ലേബലിന്റെ മോഡൽ ഇതിലുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഓക്കെ, ഒരു ലേബൽ നമുക്ക് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ ആ ലേബൽ എടുത്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പുറത്ത് ഒട്ടിക്കുക. ഓക്കെ, ഇപ്പൊ ആമസോണിൽ തന്നെ നിങ്ങൾക്ക് ഓർഡർ വന്നു കഴിഞ്ഞ് നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ബാർകോഡ് വരുന്ന ഒരു പേപ്പർ മേലെ ഒട്ടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ലേബൽ എന്ത് ചെയ്യും, നിങ്ങൾ പാക്ക് ചെയ്തതിന്റെ മേലെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാല് ആമസോണിന്റെ ആൾക്കാർ വന്ന് അതെന്ത് ചെയ്യും, കളക്ട് ചെയ്തോളും. ഓക്കെ, എന്നാണോ അവര് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ആ ഡേറ്റിൽ അവർ വന്ന് കളക്ട് ചെയ്തോളും. ഓക്കെ, ഇപ്പോ ഇതിലിപ്പോ പ്രസന്റ്ലി ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിന്റെ ലേബൽ കാര്യങ്ങൾ വരിക എന്നുള്ളത്. ഓക്കെ, അതാണ് മെത്തേഡ്. ഓക്കെ, അവർ വന്ന് കളക്ട് ചെയ്ത് പാർട്ടിക്ക് ഡെലിവറി ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് 7 to 10 ഡേയ്സ് ഗ്യാപ്പ് ഉണ്ട്. 7 to 10 ഡേയ്സ് കഴിയുമ്പോഴാണ് നമ്മൾക്ക് പേയ്മെന്റ് കിട്ടുക. ഓക്കെ, നിങ്ങളൊരു പ്രൊഡക്റ്റ് ആമസോണിൽ വിറ്റ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടില്ല. അത് പ്രൊഡക്റ്റ് പാർട്ടിക്ക് ഡെലിവേർഡ് ആയിട്ട് 7 to 10 ഡേയ്സ് റിട്ടേൺ പോളിസി ഉണ്ട്. ചില ഐറ്റങ്ങൾക്ക് റിട്ടേൺ പോളിസി ഉണ്ട്. അപ്പൊ ഈ റിട്ടേൺ പോളിസി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അവര് പേയ്മെന്റ് നിങ്ങളുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആമസോണിൽ വിറ്റ് കഴിഞ്ഞ ഉടനെ നമുക്ക് പേയ്മെന്റ് കിട്ടില്ല, ഈ ഒരു സമയം നമുക്ക് എടുക്കുന്നതാണ്. ഓക്കെ, പേയ്മെന്റ് എല്ലാം പക്ക പേയ്മെന്റ് ആണ്. അവര് പേയ്മെന്റ് സൈക്കിൾ 7 ഡേ സൈക്കിൾ ആണ് വരുന്നത്. കറക്റ്റ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, നമ്മൾ എന്തായാലും അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുന്നുണ്ട്, ആമസോണിന്റെ ഡാഷ്ബോർഡിൽ കയറിയിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നുകൂടി വിശദീകരിച്ച് തരും. ഓക്കെ, അപ്പൊ ഇതാണ് മെത്തേഡ് വരുന്നത്. ഒരാളൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വരും, നമ്മൾ പ്രോഡക്റ്റ് എന്താണോ അത് പാക്ക് ചെയ്ത് ഒരു ലേബൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, അത് പ്രിന്റ് എടുത്ത് പാക്കേജിന്റെ മേലെ ഒട്ടിക്കുക. കൊറിയർ ടീം എന്നാണോ വരിക എന്ന് അവർ ഡേറ്റ് കാണിക്കും, ആ ഡേറ്റിൽ അവർ വന്ന് കളക്ട് ചെയ്ത് ഡെലിവറി ചെയ്യും. ഡെലിവറി ചെയ്ത് 7 to 10 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ പേയ്മെന്റ് കാര്യങ്ങൾ നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, ഇതാണ് മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ക്ലോസിംഗ് ഫീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ ക്ലോസിംഗ് ഫീസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റിന്റെ വില അനുസരിച്ച്. അപ്പൊ ഈസി ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആമസോണിന്റെ ആൾക്കാർ വന്ന് കളക്ട് ചെയ്ത് ഡെലിവറി ചെയ്യും.
ഓക്കെ, അതല്ല സെൽഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് കൊറിയർ ഉണ്ട്. ഡെലിവറി, ഇന്ത്യൻ പോസ്റ്റ്, ബ്ലൂ ഡാർട്ട്, അങ്ങനെ പറയുന്ന ഒരുപാട് കൊറിയർ ഉണ്ട്. അപ്പൊ അതുവഴി നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തന്നെ അയച്ചു കൊടുക്കാൻ പറ്റും. അതാണ് സെൽഷിപ്പ്. ഓക്കെ, അപ്പൊ ഈ സെൽഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ചാർജ് ഈടാക്കും. സെൽഷിപ്പിലെ ക്ലോസിംഗ് ഫീസ് ഒരുപാട് കൂടുതലാണ്. ഓക്കെ, 300 രൂപ വരെയുള്ള പ്രൊഡക്റ്റിന് 45 രൂപയാണ് അവരെന്ത് ചെയ്യുന്നത്, ക്ലോസിംഗ് ഫീസ് ആയിട്ട് ഈടാക്കുന്നത്. ഓക്കെ, 300 രൂപ മുതൽ 500 രൂപ വരെയുള്ള പ്രൊഡക്റ്റിന് 10 രൂപ കുറയും. ഓക്കെ, അതേസമയം ഈസി ഷിപ്പ്, ആമസോണിന്റെ ഈസി ഷിപ്പ് ആണ് നിങ്ങൾ ചോയ്സ് ചെയ്യുന്നെങ്കിൽ 300 രൂപ വരെയുള്ള പ്രൊഡക്റ്റിന് വെറും 5 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇതില് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാൽക്കുലേറ്റർ, ഇപ്പൊ നിങ്ങൾ ഒരു 300 രൂപേന്റെ താഴെയാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വരുന്നത്, ഓക്കെ, ഫീസ് എന്ന് പറയുന്നത് 5 ടാക്സ് അടക്കം 5.90 പൈസയാണ് നിങ്ങൾക്ക് ആകെ ആമസോണിന്റെ ഫീസ് ആയിട്ട് വരുന്നുള്ളൂ 300 രൂപേന്റെ താഴെ വരുന്ന പ്രൊഡക്റ്റിന്. ഓക്കെ, 300 രൂപേന്റെ മേലെ വരുന്ന പ്രൊഡക്റ്റിന് അതനുസരിച്ച് പെർസെന്റേജിൽ മാറ്റം വരും. പിന്നെ ഇതിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ട്, അതും ഞാൻ ജസ്റ്റ് കാണിച്ചു. ഇതാണ് ക്ലോസിംഗ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഫീസ് ആണ് വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീസ്. വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ആണ്. ഓക്കെ, നമ്മൾ അയച്ചു കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ഷിപ്പിംഗ് ചാർജ് ആണ്. ഓക്കെ, ഷിപ്പിംഗ് ചാർജ് ആദ്യം ആമസോൺ ഈടാക്കുന്നത്, ഷിപ്പിംഗ് ചാർജ് ഓരോ ലൊക്കേഷൻ അനുസരിച്ച്, അതായത് ഓരോ ഏരിയ, ഇപ്പൊ അടുത്തുള്ള സംസ്ഥാനത്ത് നിന്ന് ഇത്ര രൂപ, ദൂരെയുള്ള സംസ്ഥാനത്ത് നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഒരു ഇത്ര രൂപ, അതേപോലെ നമ്മുടെ സെയിം സിറ്റിയിൽ നിന്ന് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ. അങ്ങനെയായിരുന്നു ആമസോണിന്റെ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത്. പക്ഷെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച്, ഓക്കെ, ഇതിൽ കണ്ടില്ല, ഇപ്പൊ ലോക്കൽ ഏരിയ ആണെങ്കിൽ 43+ടാക്സ്, റീജിയണൽ അടുത്തുള്ള സംസ്ഥാനത്ത് നിന്നാണെങ്കിൽ 54+ടാക്സ്, 500 രൂപ, 500 ഗ്രാം വരെയുള്ള പ്രൊഡക്റ്റിന്. ഓക്കെ, നാഷണൽ ലെവൽ ആണെങ്കിൽ 76 രൂപ+ടാക്സ്. ഓക്കെ, ഇങ്ങനെയായിരുന്നു പഴയ ചാർജ്. ഓക്കെ, ന്യൂ ഫീസ്, അതായത് പുതിയ ഫീസ് വന്നപ്പോ ഇവരെന്ത് ചെയ്തു, ഒരു ഫ്ലാറ്റ് ചാർജ് ആയിട്ട് 65 രൂപ, അതായത് 500 ഗ്രാം വരുന്ന പ്രൊഡക്റ്റിന് എവിടെ നിന്നോ ഓർഡർ വന്നു കഴിഞ്ഞാലും 65 രൂപ+ടാക്സ്, ഒരു 77 രൂപ മാത്രമേ ആമസോൺ ഈടാക്കുന്നുള്ളൂ. ഓക്കെ, ഇതേ സമയം പഴയ ചാർജ് ആണെങ്കിൽ 90 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നു. ഓക്കെ, ആമസോൺ. അപ്പൊ 500 ഗ്രാമിന്റെ താഴെ വരുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്ക് 77 രൂപ ഷിപ്പിംഗ് ചാർജ്, 300 രൂപേന്റെ താഴെ വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ 5 രൂപ, ഒരു 6 രൂപ കൂട്ടിക്കോ, 6 രൂപ ആമസോണിന്റെ ഫീസ്. ടോട്ടൽ 83 രൂപ മാത്രമേ ആമസോണിന്റെ ഫീസും കൊറിയർ ചാർജ് അടക്കം അവർക്ക് ആമസോണിൽ വരുന്ന ചാർജ് ഉള്ളൂ. ഓക്കെ, ഇതാണ് ആമസോണിന്റെ ചാർജസ്. ഓക്കെ, 500 രൂപ മുതൽ 1 കിലോ വരെയുള്ള പ്രൊഡക്റ്റിന് 85 രൂപ പ്ലസ് ഒരു 18% ടാക്സ്. ഓക്കെ, ഇതാണ് ഷിപ്പിംഗ് ചാർജ്. ആമസോൺ ഈടാക്കുന്ന ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആമസോണിന്റെ ചാർജസ് കാര്യങ്ങൾ. ഓക്കെ, ആമസോണിന്റെ മെയിൻ ആയിട്ട് വരുന്ന ചാർജസ് നമ്മളുകൊണ്ട് റെഫറൽ ഫീസ്, അതേപോലെ തന്നെ ക്ലോസിംഗ് ഫീസ്, അതേപോലെ തന്നെ വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീസ്. ഓക്കെ, റെഫറൽ ഫീസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ കാറ്റഗറി അനുസരിച്ച്. ക്ലോസിംഗ് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ പ്രൈസ്. ഓക്കെ, വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ്. ഇനി അതർ ഫീസസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് FPA മെത്തേഡും FPM മെത്തേഡും ഉണ്ട്. ആ FPM മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ പ്രൊഡക്റ്റ് ആമസോണിന്റെ വെയർ ഹൗസിലേക്ക് അയച്ചിട്ട് അവിടുന്ന് എന്ത് ചെയ്യും, അവരായിരിക്കും അതിന്റെ കൈകാര്യം, അവരായിരിക്കും പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യുന്നത്. ഓർഡർ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നത്, പിക്ക് ചെയ്യുന്നത്, സ്റ്റോറേജ് ഫീസ്, എല്ലാം കൂടിയുള്ള ചാർജാണ് അതർ ചാർജസ് എന്ന് പറയുന്നത്. അടുത്ത സെക്ഷനിൽ നമ്മൾ FPA എന്താന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫീസ് കാര്യങ്ങൾ. ഓക്കെ, ഇത്ര ഫീസാണ് ആമസോൺ ഈടാക്കുന്നത്. ഓക്കെ, ഇനി ആമസോണിൽ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് FPA മെത്തേഡും ഒന്ന് FPM മെത്തേഡും. ഓക്കെ, FPA മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെയാണ്. FPA മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്
നിങ്ങളുടെ പ്രൊഡക്റ്റ് ബൾക്കായിട്ട് ആമസോണിന്റെ വെയർഹൗസിലേക്ക് അയക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ആമസോണിന്റെ ആൾക്കാരായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും. ഓക്കെ, നിങ്ങൾ ചുമ്മാ വീട്ടിലിരുന്നാൽ മാത്രം മതി. ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർ കൈകാര്യം ചെയ്തോളും, അതിന്റെ ഒരു പൈസ നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ അതിന്റെ ചെറിയ സ്റ്റോറേജ് ഫീസ് കാര്യങ്ങളൊക്കെ അവർ ഈടാക്കും. ഓക്കെ, ഇൻ കേരളത്തെ അപേക്ഷിച്ച് ആമസോണിന്റെ FBA സെന്റർ ഡയറക്റ്റ് കേരളത്തിൽ ഇല്ല. അതിന് പകരം തേർഡ് പാർട്ടീസ് ആണ് ഈ പറയുന്ന FBA മെത്തേഡ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിനെയാണ് മൾട്ടി ചാനൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ FBA മെത്തേഡ് ഡയറക്റ്റ് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് തേർഡ് പാർട്ടീസ് ആണ് എടുത്തിരിക്കുന്നത്. ഏകദേശം എല്ലാ ജില്ലയിലും ഈ പറയുന്ന തേർഡ് പാർട്ടീസിന്റെ വെയർഹൗസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലും നിങ്ങൾക്ക് ആമസോണിലൂടെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നൊരു മെത്തേഡാണ് FBM, മെർച്ചാന്റ്. ഓക്കെ, ഫുൾഫില്ലഡ് ബൈ മെർച്ചാന്റ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടപോലെ നമ്മൾ തന്നെ അയച്ചു കൊടുക്കുക, ഈസി ഷിപ്പ് വഴി അല്ലെങ്കിൽ സെൽഫ് ഷിപ്പ് വഴി അയച്ചു കൊടുക്കുക. ഓക്കെ, അതാണ് FBA ആൻഡ് FBM ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്ന്, ആമസോണിന്റെ വെയർഹൗസിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ബൾക്കായിട്ട് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് അവരായിരിക്കും ഫുൾഫിൽമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ടും ചെയ്യാൻ പറ്റും. ഈ രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഈ FBA മെത്തേഡിലാണ് ഈ അതർ ഫീസസ് വരുന്നത്. അവരത് സ്റ്റോർ ചെയ്യുന്നതിന്റെ, പിക്ക് ചെയ്യുന്നതിന്റെ, പാക്കിംഗ് മെറ്റീരിയൽസിന്റെ എമൗണ്ട് എല്ലാം അഡീഷണൽ അവർ ഈടാക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോണത് എങ്ങനെ ഒരു നല്ല പ്രൊഡക്റ്റ് ചോയ്സ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അതാണ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ടോപ്പിക്. ഓക്കെ, ആമസോണിൽ സെല്ല് ചെയ്യും. ആമസോൺ മാത്രമല്ല, വേറെ ഏത് കൊമേഴ്സിൽ നിങ്ങൾ സെല്ല് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ മെൻഷൻ ചെയ്ത ആമസോണിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആമസോണിൽ കുറച്ച് ഓഫർ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആമസോണിന്റെ എന്ന് ഞാൻ എടുത്തു പറയും. ഓക്കെ, നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ 500 ഗ്രാമിന്റെ താഴെ വരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ചോയ്സ് ചെയ്യാൻ നോക്കുക. ഓക്കെ, 500 ഗ്രാമിന്റെ താഴെ വരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ചോയ്സ് ചെയ്താൽ അതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഷിപ്പിംഗ് ചാർജ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ ബിലോ 300 രൂപേന്റെ താഴെയുള്ള ഒരു പ്രൊഡക്റ്റും നിങ്ങൾ ചോയ്സ് ചെയ്യുവാണെങ്കിൽ റഫറൽ ഫീസ് 0 ആയിരിക്കും. ഓക്കെ, അതിന് മേലെയുള്ള പ്രൊഡക്റ്റ് വിൽക്കാൻ പാടില്ല എന്നല്ല. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ആമസോൺ വലിയ ഫീസ് ഈടാക്കാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, 300 രൂപേന്റെ താഴെയാണെങ്കിൽ ആമസോൺ റഫറൽ ഫീസ് ഈടാക്കുന്നില്ല. ഓക്കെ, അപ്പൊ 300 രൂപേന്റെ മേലെയുള്ള പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, അത് വിൽക്കാം. അത് വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ റഫറൽ ഫീസ് അഡീഷണൽ ആഡ് ആവും. ഓക്കെ, പിന്നെ നിങ്ങൾ മാക്സിമം റിട്ടേൺ ചെയ്യാത്ത പ്രോഡക്റ്റ് വിൽക്കാൻ നോക്കും. നോൺ റിട്ടേണബിൾ പ്രോഡക്റ്റ്, ഹെൽത്ത് കെയർ പ്രോഡക്റ്റ്, ബ്യൂട്ടി പ്രോഡക്റ്റ്, ദെൻ വുമൺ ആൻഡ് മെൻ പാൻറ്റീസ്, അതേപോലെ തന്നെ ഫുഡ് ഐറ്റങ്ങൾ, ഇതെല്ലാം നോൺ റിട്ടേണബിൾ ഐറ്റങ്ങളാണ്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു ഓർഡർ നിങ്ങൾക്ക് വന്നു, നിങ്ങൾ അത് അയച്ചു. ഓക്കെ, അയച്ചു കൊടുത്തിട്ട് കസ്റ്റമർ ഇടയിൽ നിന്ന് അത് ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓർഡർ തിരിച്ചു വരും. ഓക്കെ, അതേസമയം ചില ഐറ്റങ്ങൾ അവരെ കയ്യിൽ കിട്ടിയിട്ടും റിട്ടേൺ ചെയ്യും. പക്ഷെ ഞാൻ ഈ മേൽപ്പറഞ്ഞ ഐറ്റങ്ങൾ, അതായത് ഫുഡ് ഐറ്റങ്ങൾ, ബ്യൂട്ടി പ്രോഡക്റ്റ് ഐറ്റങ്ങൾ, അങ്ങനെയുള്ള ഐറ്റങ്ങൾ അവർക്ക് നോൺ റിട്ടേണബിൾ, അവർക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വൺസ് പ്രോഡക്റ്റ് കസ്റ്റമർ ഡെലിവേർഡ് ആയിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ് അവർ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺ ചാർജും അവർ നിങ്ങളുടെ നിന്ന് കട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഓൺ ദ വേ, അതായത് ഒരാൾ ഓർഡർ ചെയ്തിട്ട് അവർക്ക് ഡെലിവേർഡ് ആവുന്നതിന്റെ മുന്നേ ഓർഡർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാർജും ഈടാക്കുന്നില്ല. ഒരു പാർട്ടി ഓർഡർ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അത് അവർ റിട്ടേൺ അയക്കും. ഇപ്പോൾ ഒരു തുണി ഐറ്റം, ഓക്കെ, നിങ്ങൾക്ക് ഒരു തുണി ഐറ്റം ഒരു ഓർഡർ ചെയ്തു, അവർക്ക് അത് നോക്കി സൈസ് സ്യൂട്ടബിൾ അല്ല, അവർ തിരിച്ചയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ നിന്ന് റിട്ടേൺ ചാർജും അവർ മേടിക്കും. അതേസമയം ഒരു തുണി അയച്ചു, അവർക്ക് കിട്ടുന്നതിന്റെ മുന്നേ അവരത് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആമസോൺ ഒരു ഫീസും കാര്യങ്ങളും ഒന്നും ഈടാക്കുന്നു. അതാ പറയുന്നത്, നമ്മൾ വിൽക്കുമ്പോൾ പരമാവധി നമ്മൾ നോൺ റിട്ടേണബിൾ പ്രോഡക്റ്റ് വിൽക്കാൻ നോക്കും.
ഓക്കെ, റിട്ടേണബിൾ പ്രോഡക്റ്റും വിൽക്കുന്നവരുണ്ട്, വിൽക്കാൻ പാടില്ല എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ചോയ്സ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള പ്രോഡക്റ്റ് നമ്മൾ ചോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത്യാവശ്യം വില കുറച്ച് നമുക്ക് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാനും പറ്റും. നമുക്ക് ആദ്യം വലിയ റിട്ടേൺ ചാർജും ഒന്നും വരില്ല. ആദ്യം തന്നെ നമ്മൾ ആമസോണിൽ റിട്ടേണബിൾ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 2-3 റിട്ടേൺ വരുമ്പോഴത്തേനും നമ്മൾ മടുത്തു പോകും ശരിക്കും. ഓക്കെ, ഞാനൊക്കെ ചെയ്തപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ചെയ്ത് ഈ അടുത്താണ് ഫ്ലിപ്കാർട്ടിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തത്. ഓക്കെ, ഒരു ദിവസം തന്നെ 10-20 അത്യാവശ്യം നല്ല ഓർഡർ വരുന്നത്, നല്ല ഓർഡർ കിട്ടി. ഒരു ദിവസം എനിക്ക് 20 എണ്ണമാണ് അവർ റിട്ടേൺ കൊണ്ടു തന്നത്. അന്ന് തന്നെ ഞാൻ മടുത്തുപോയി ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുതിയൊരു സെല്ലർ ആണെങ്കിലും അവർക്ക് ഈ പറയുന്ന പോലെ പെട്ടെന്ന് റിട്ടേൺ ഒക്കെ കാണുമ്പോൾ അവർക്കും എന്ത് ചെയ്യും, മടുപ്പ് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പുതിയതായിട്ട് നിങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ പരമാവധി ഈ ഒരു നോൺ റിട്ടേണബിൾ ഐറ്റം ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ബിലോ 500 ഗ്രാമിന്റെ താഴെയും 300 രൂപേന്റെ താഴെയുള്ള പ്രൊഡക്റ്റും നിങ്ങൾ ചോയ്സ് ചെയ്ത് വിൽക്കാൻ വേണ്ടി പരമാവധി നോക്കുക. ഓക്കെ, അതിന്റെ മേലുള്ള ഐറ്റം വിൽക്കാൻ പാടില്ല എന്നല്ല, അതിന്റെ മേലുള്ള ഐറ്റങ്ങളും നമുക്ക് വിൽക്കാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് നമ്മൾ ചോയ്സ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പ്രൊഡക്റ്റ് റിസർച്ച്. ഓക്കെ, അടുത്തൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ ഗെയിൻ ആൻഡ് വോളിയം ഗെയിൻ. ഓക്കെ, മാർജിൻ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 2 രീതിയിലാണ് നമുക്കത് ചെയ്യാൻ പറ്റും. ഒന്ന് മാർജിൻ ഗെയിമും ഒന്ന് വോളിയം ഗെയിം. ഓക്കെ, മാർജിൻ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ഓർഡർ വരുള്ളൂ, നമുക്ക് ഒരു ഓർഡറിൽ തന്നെ 10, 150, 200 രൂപ നമുക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, സെല് ചെയ്യുന്നവരുണ്ട്, പ്രൊഡക്റ്റ് ആമസോണിൽ സെല് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതേസമയം വോളിയം ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ചിലപ്പോൾ ചെറിയ വോളിയം ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർക്ക് ഇപ്പൊ ഒരു 20 രൂപ 25 രൂപ ഒരു ഓർഡറിന് അവർക്ക് പ്രോഫിറ്റ് ആയി കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഒരു 15 രൂപ അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അത്രേ അവർ പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്നുള്ളൂ, പക്ഷെ അവർക്ക് ലാർജ് ക്വാണ്ടിറ്റി ഓർഡർ കിട്ടണം. ഓക്കെ, അതാണ് വോളിയം ബേസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വോളിയം ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ 15 രൂപ ഒരു ഓർഡറിൽ കിട്ടിക്കഴിഞ്ഞാൽ 15 ഇൻറ്റു ഒരു 3000 ഓർഡർ ഒരു മാസം വന്നു കഴിഞ്ഞാൽ 45 രൂപ, 45,000 രൂപ അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വോളിയം ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ചെറിയ മാർജിൻ ഇട്ടിട്ട് കൂടുതൽ ഓർഡർ അവർക്ക് കിട്ടണം, ആ രീതിയിൽ നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, മാർജിൻ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ഓർഡറൊക്കെ കിട്ടുള്ളൂ, പക്ഷെ ഓരോ ഓർഡറിൽ തന്നെ അത്യാവശ്യം നല്ല മാർജിൻ അവർ ഇട്ടിട്ട് സെല്ല് ചെയ്യും. ഓക്കെ, ഈ രീതിയിലും നമുക്ക് ആമസോണിൽ എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് കാറ്റഗറി റിസർച്ച് ആണ്. ഓക്കെ, ഇത് നമ്മൾ അടുത്ത സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നോക്കും. കാറ്റഗറി റിസർച്ച് എങ്ങനെയാണ്, ഇത് കാറ്റഗറി റിസർച്ച് നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് ചോയ്സ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് കൂടുതൽ ആൾക്കാർ വാങ്ങിയിട്ടുള്ളത്, എങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടത് ഇൻട്രഡക്ഷൻ പാർട്ട്, അതേപോലെ ഡോക്യുമെന്റ്സ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, അതേപോലെ GST ഒഴിവാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്, ആമസോണിന്റെ ഫീസ്, എന്തൊക്കെ ഫീസാണ് ആമസോൺ ഈടാക്കുന്നത് നമ്മൾ കണ്ടു, അതേപോലെ തന്നെ റഫറൽ ഫീസ്, ക്ലോസിംഗ് ഫീസ്, വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീസ്, അതർ ഫീസസ് കണ്ടു, FBA ആൻഡ് FBM മെത്തേഡ്സ് നമ്മൾ കണ്ടു. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നത്, ഓക്കെ, എങ്ങനെയാണ് പ്രൊഡക്റ്റ് നമ്മൾ ചോയ്സ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു, ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ് ചെയ്താലാണ് കൂടുതൽ ഗുണം എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, ദെൻ മാർജിൻ ഗെയിം, വോളിയം ഗെയിം, ആ ബേസിൽ നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് ചോയ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇനി അടുത്തത് കാറ്റഗറി റിസർച്ച് ആണ്. അത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കാൽക്കുലേഷൻ. ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിറ്റ് കഴിയുമ്പോൾ ഇത്ര രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടും. പിന്നെ നമ്മളൊരു ഡാഷ്ബോർഡ്, ആമസോണിന്റെ സെല്ലർ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ നോക്കുന്നു. ദെൻ ഷിപ്പിംഗ് മെത്തേഡ് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. ഓക്കെ, ദെൻ അതർ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, ഫ്ലിപ്കാർട്ട്, ജിയോമാർട്ടിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അതോടെ നമ്മുടെ ഇന്നത്തെ ട്രെയിനിങ് കഴിയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട്, അതല്ല ഇന്നലെ എടുത്തതിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ.